കർത്താവിന്റെ ഹിതമാണെങ്കിൽ കർത്താവെ എന്നെയും രക്തസാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. അത് ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതല്ല രക്തസാക്ഷിത്വം. അതുകൊണ്ട് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ദൈവഹിതം നിറവേറട്ടെ എന്ന്. വീണ്ടും കുറെ പേരുടെ കൂടെ വിധി കഴിഞ്ഞു. അവസാനം എന്റെ പേര് വിളിച്ചു. എന്റെ പേര് വിളിച്ചപ്പോൾ താഴെ ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് ഇറക്കി നിർത്തി. അപ്പോഴാണ് അവിടെ നിന്നവർ അനുഭവിച്ചത് എന്താണെന്ന് അറിയുന്നത്. ഇത്രയും സമയം കാണാൻ വേണ്ടി മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ശിരസ് മുതൽ പാദം വരെ ഒരു എണ്ണയ്ക്കകത്ത് മുക്കിയ തുണി ചുറ്റിയതിനു ശേഷം ജീവനുള്ള എനിക്ക് തീ കൊടുത്താൽ ജീവനോടെ എന്റെ അസ്ഥിയും മാംസവുമെല്ലാം കത്തിയുരുകുന്നതുപോലെ ഒരനുഭവമായിരുന്നു അത്. പുറം മുഴുവനും കത്തിയുരുകുക. ജീവനോടെ ഞാൻ കത്തിക്കൊണ്ടിരിക്കുകയാ. എന്നാൽ എന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു 1000 കിലോ ഭാരമുള്ള ഐസുകട്ടയാ. അവിടെ ഒരു ചിന്തയുമില്ല, ഒരു വികാരവുമില്ല. കരുണയായിരിക്കണമേ എന്ന് പറയാൻ പോയിട്ട് യേശുവേ എന്ന നാമം ഉച്ചരിക്കാൻ പോലും പറ്റാത്ത ശൂന്യതയാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, മോളെ, ഈ ഭൂമിയിൽ നിന്റെ അവസാനത്തെ ശ്വാസം പോകുന്നതുവരെയും ഞാൻ കരുണയായിരിക്കും. അതിന്റെ ആ നിമിഷം കഴിഞ്ഞാൽ പിന്നെ ഞാൻ നീതിയായിരിക്കും. അതുകൊണ്ട് അവസാന നിമിഷം വരെ കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക. അത് കഴിഞ്ഞ് ഞാൻ നീതിയായിരിക്കുമെന്നുള്ള കാര്യം മറക്കുകയുമരുത്. അവിടെ ഇറക്കി നിർത്തി ഈശോ ഒരു വാക്ക് എന്നോട് പറഞ്ഞു. എന്റെ ജീവിതം എന്താണ്? അതേക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു. അങ്ങനെ ആ ദർശനം അവസാനിച്ചു. നേരം വെളുത്തപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുകേലായിരുന്നു. 2-3 ദിവസത്തേക്ക് ഞാൻ മരിച്ചതിന് തുല്യമായിരുന്നു. എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുകേലായിരുന്നു. ഏതായാലും ഒരിക്കൽ കൂടി ഈശോയെ ഞാൻ അങ്ങനെ കാണാൻ ആഗ്രഹിച്ചതുമില്ല. അതു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആദ്യം കണ്ട ദർശനത്തിൽ ഈശോ എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കണം. അങ്ങനെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കാൻ പോയാൽ എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളൊക്കെയുണ്ട്. അതെങ്ങനെ സാധിക്കുമെന്നോർത്തപ്പോൾ പിന്നെ എനിക്ക് സമർപ്പിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ സമർപ്പിച്ചില്ല. ഈശോ പറഞ്ഞു, എന്റെ മോളെ, നിന്റെ ജീവിതം എനിക്ക് സമർപ്പിക്ക്. ഈ ചെറിയ ജീവിതം എനിക്ക് തരാൻ എന്തിനാ നീ ഇത്ര വിഷമിക്കുന്നത്? ഇത് ജനത്തോട് മുഴുവൻ പറയേണ്ട ഒരു കാര്യമാണ്. ജനത്തെ അറിയിക്കണം. അതു കഴിയുമ്പോൾ ഈ കാര്യമൊക്കെ സത്യമാണെന്ന് എങ്ങനെയാണ് അറിയുന്നത്? വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിലിരുന്ന് ഞാൻ ചോദിച്ചു, കർത്താവെ, ഇതൊക്കെ നിന്റെ ഹിതം തന്നെയാണോ എല്ലാം എന്നെ കാണിച്ചു തന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങ് തിരുവചനത്തിലൂടെ എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്നോട് ഒന്ന് സംസാരിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവസിച്ചു. ഉപവാസത്തിന്റെ അവസാനം ഈ ദർശനത്തെ സമർപ്പിച്ച് ഇത് ദൈവഹിതമാണെങ്കിൽ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അപ്പസ്തോല പ്രവർത്തനം 22-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വചനങ്ങൾ പറഞ്ഞു തന്നു. ഇതിലെ 14 മുതലുള്ള വചനങ്ങൾ പ്രത്യേകമായി വരയിട്ട് കാണിച്ചു തന്നു. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഹിതം അറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവന്റെ അധരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുൻപാകെ നീ അവന് സാക്ഷിയായിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവെന്നെ വെറുതെ വിടുകയില്ല. ഇത് ഞാൻ തന്നെ പറയണമെന്ന്. അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കാനായി പോയി. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നെല്ലിപ്പാറ തപോവനത്തിൽ കുറ്റിക്കരച്ചന്റെ അനുവാദത്തോടു കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയായിരിക്കുമ്പോൾ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടാൻ ഈശോ അനുവദിച്ചു. ആ ധ്യാനം കഴിഞ്ഞ് അവിടെ പെന്തക്കോസ്ത അനുഭവ ധ്യാനം വരികയാണ്. പെന്തക്കോസ്ത അനുഭവ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഒരിക്കൽ പരിശുദ്ധാത്മാ അഭിഷേക പ്രാർത്ഥന മറ്റുള്ളവർ നടത്തുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ ഉള്ളിലൊരു പേടി തോന്നി. അവർ മനുഷ്യരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും അതുപോലെ സ്വരമുയർത്തി എന്തൊക്കെയോ പറയുകയും ചെയ്യുകയുമൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. പരിശുദ്ധാത്മാവ് വന്നാൽ എനിക്കും ഇങ്ങനെയൊക്കെ തോന്നുമോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന പേടി കാരണം അന്നു മുതൽ പരിശുദ്ധാത്മാവിനോട് അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാറില്ലായിരുന്നു. വരമൊക്കെ തന്നോട്ടെ, അഭിഷേകമൊന്നും വേണ്ട എന്ന ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഞാൻ പെന്തക്കോസ്ത അനുഭവ ധ്യാനത്തിന് ചെന്നപ്പോൾ എനിക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അവിടെയുള്ളവരെല്ലാം അഭിഷേകം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കവിടെ ഇരിക്കാൻ പറ്റില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഒരു സിസ്റ്റർ വിളിച്ചുകൊണ്ടുപോയി. പക്ഷേ ആ സിസ്റ്റർ പറയുന്നതൊന്നും അനുസരിക്കാനോ കുമ്പസാരിക്കാനോ എനിക്ക് പറ്റിയില്ല. അവസാനം എന്നെ ഒരു അച്ഛന്റെ അടുത്ത് കൊണ്ടുപോയി.
അച്ഛൻ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് എനിക്ക് ധ്യാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. പിന്നീടുള്ള ദിവസം സന്തോഷത്തോടെ ധ്യാനത്തിൽ പങ്കെടുത്തു. അഭിഷേകം നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. പരിശുദ്ധാത്മാവിനോടുള്ള എന്റെ ഭയം മാറുകയും ചെയ്തു. അഭിഷേകം കിട്ടണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് അവിടെ നിന്നും പോന്നു. അതിനുശേഷം ഓഗസ്റ്റ് 15-ാം തീയതി 2002 രാവിലെ ബലിയർപ്പിക്കാൻ വേണ്ടി ഞാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. അപ്പോഴൊക്കെ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഈശോയുടെ ഹിതമറിയാൻ വേണ്ടി. രാവിലെ പള്ളിയിലേക്ക് പോകും. ആ പോകുന്ന വഴിയിലാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചത്. എന്റെ കൂടെ പരിശുദ്ധ അമ്മ നടക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ആരാണ്? കുറച്ചും കൂടി അറിയാൻ വേണ്ടി എടുത്തു ചോദിച്ചതാണ്, ആരാണ് എന്റെ കൂടെ നടക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ പരിശുദ്ധ മറിയമാണ്, യേശുവിന്റെ അമ്മയാണ് ഞാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നോട് എന്ത് പറയാനാണ് ഇപ്പോൾ വന്നത്? എന്ത് പറയാനാണ് അമ്മ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അമ്മ എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, വിശുദ്ധയാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞു, എന്റെ അമ്മേ, വിശുദ്ധയാകാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുകയില്ല. കാരണം ഞാൻ ശ്രമിക്കുന്നുണ്ട്. എപ്പോഴൊക്കെ ശ്രമിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ കൂടുതൽ വീണു പോവുകയാ. എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, വചനത്തിന്റെ ശക്തി ഉപയോഗിക്കുക. വചനത്തിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. അത് നീ മനസ്സിലാക്കുക. വചനം നിന്നെ ശുദ്ധീകരിക്കും. വചനം നിന്നെ സ്വതന്ത്രയാക്കും. അതറിയാമോ? അപ്പോൾ മോള് ഒരു കാര്യം ചെയ്യുക. ഏതു ബലഹീനതയാണോ നിന്നെ കീഴടക്കുന്നതെന്ന് നിനക്ക് അറിയാമല്ലോ. ആ ബലഹീനതയ്ക്കെതിരായ ഒരു വചനം കണ്ടുപിടിക്കണം. എന്നിട്ട് ആ വചനം കൊണ്ട് നിന്നെ നിരന്തരം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നീ ശുദ്ധി പ്രാപിച്ചുകൊള്ളും. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാ ചെയ്യുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതുക. അത് വലിയ ഒരു വേദനയാ. ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ ഈ വചനം വായിക്കണം. ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ് എന്ന വചനത്താൽ എന്നെയും എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത ആ വ്യക്തിയെയും കഴുകണമേ. എന്റെ ഈ അവസ്ഥയെ കഴുകണമേ. നിരന്തരം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നീ പോലും അറിയാതെ ആ വചനം നിന്റെയുള്ളിൽ സ്ഥാപിച്ചുകൊള്ളും. നിനക്ക് വിശുദ്ധിയോടെ കൂടുതൽ മുന്നോട്ടു പോകാൻ പറ്റുകയും ചെയ്യും. ഇങ്ങനെ ഏതൊക്കെ ബലഹീനതയുണ്ടെന്ന് നിനക്കറിയാമല്ലോ. അതിനൊക്കെ പറ്റിയ വചനം ഈ ബൈബിളിലുണ്ട്. നീ അത് മുഴുവൻ ഉപയോഗിക്കണം. നിനക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. നീ അത് തുറന്നുപോലും നോക്കാറില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. എനിക്ക് സന്തോഷമായി. അങ്ങനെ ആ ദർശനവും അവസാനിച്ചു. അതിനുശേഷം വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിറ്റൂരെ അച്ഛൻ എന്നെ ഫോൺ ചെയ്ത് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ, നിന്നോട് ഇവിടെ ശുശ്രൂഷ ചെയ്യണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നു. പരിശുദ്ധ അമ്മയും അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുതന്നെയാണ് ഞാൻ കാത്തിരുന്നതും. ഈശോ എവിടേക്ക് എന്നെ വിളിക്കുന്നുവോ അവിടെയാണ് എന്റെ ശുശ്രൂഷ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അവിടെ ജീവിച്ചു. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ മരിയൻ കൺവെൻഷനും ആന്തരിക സൗഖ്യധ്യാനവും അവിടെ നടക്കുകയാണ്. 8 നോമ്പിനോട് ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ഞാൻ ആന്തരിക സൗഖ്യധ്യാനത്തിൽ അവിടെ വന്ന് കൂടുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മരിയൻ കൺവെൻഷനിൽ പങ്കെടുക്കാനായി ആഗ്രഹിച്ചു. അതിനുവേണ്ടി പോയി. കൺവെൻഷൻ തുടങ്ങുന്നത് 10 മണിക്കാണ്. അതിനു മുൻപുള്ള സമയത്ത് ആന്തരിക സൗഖ്യധ്യാനം നടക്കുന്ന ഹാളിൽ കൺവെൻഷന് അവിടെ താമസിച്ച് പങ്കെടുക്കുന്നവർ വന്നിരിക്കണമെന്ന് നിർബന്ധം. അതുകൊണ്ട് ഞാനും ആന്തരിക സൗഖ്യത്തിന്റെ ഹാളിൽ ഇരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞ് പോകാൻ വേണ്ടി വാതിൽ തുറന്നപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റു. എനിക്ക് ബോറടിക്കുന്നത് പോലെ തോന്നി. വേഗം ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി. അപ്പോൾ ആരോ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, അവിടെ ഇരിക്ക്. എനിക്ക് തോന്നുകയാണെന്ന് കരുതി വകവയ്ക്കാതെ ഒന്നുകൂടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്റെ തോളിൽ മൃദുവായി തൊട്ടുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ സ്വരം, അവിടെ ഇരിക്ക്. ഇപ്പോൾ വാതിലടയ്ക്കുമല്ലോ, ഇറങ്ങിപ്പോകാൻ പറ്റുകേലല്ലോ. അവിടെ വലിയ അത്ഭുതമൊക്കെ സംഭവിക്കും. അതൊന്നും കാണാൻ പറ്റുകേലല്ലോ എന്നോർത്ത് വീണ്ടും ഞാൻ എഴുന്നേറ്റപ്പോൾ ബലമായി എന്നെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, നിന്നോടല്ലേ പറഞ്ഞത് അവിടെ ഇരിക്കാൻ. ഇത്തവണ ഞാൻ അവിടെ ഇരുന്നു പോയി. പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. ശരീരം മുഴുവൻ തളർന്നു പോയ പോലെ അവിടെയിരുന്നു. എനിക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളെപ്പോലും ഒന്ന് വിളിക്കാനോ എന്റെ അവസ്ഥയൊന്ന് പറയാനോ എനിക്ക് പറ്റുമായിരുന്നില്ല. ആളുകൾ എല്ലാം ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. കൺവെൻഷന് വന്നവരെല്ലാം ഇറങ്ങിപ്പോയതിനു ശേഷം
അടുത്തയാളുടെ പ്രസംഗം തുടങ്ങിയതോടെ എന്റെ ശരീരം ചൂടാകാൻ തുടങ്ങി. എനിക്ക് സാധാരണ രീതി തന്നെ വന്നു. പിന്നെ 12:30 ആകാതെ വാതിൽ തുറക്കുകയില്ല. എനിക്കൊട്ട് പോകാനും പറ്റുന്നില്ല. അങ്ങനെ വിഷമിച്ച് ഞാൻ അവിടെ തന്നെയിരുന്നു. അപ്പോൾ എന്റെ കൺമുന്നിൽ കൂടി കുറെ അക്ഷരങ്ങൾ തെളിഞ്ഞു വരാൻ തുടങ്ങി. 1/7/1969. ഞാൻ ഓർത്തു, ഇത് എന്തായിരിക്കുമെന്ന്. വെള്ളി പോലെ ഇത് മിന്നി മിന്നി മാറിക്കൊണ്ടിരിക്കുകയാ. ഞാൻ കണ്ണടച്ചപ്പോൾ ഇത് പറയുന്നത് കേൾക്കാൻ തുടങ്ങി. 1/7/1969 എന്ന്. കുറച്ചു പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയമായി. പരിശുദ്ധ അമ്മ എന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, മോളെ, ഇത് നീ ജനിച്ച ദിവസമാണ്. നീ ജനിച്ച ദിവസം മുതൽ ഇന്നുവരെയുള്ള പാപങ്ങൾ എഴുതി കുമ്പസാരിക്കണം. അമ്മയുടെ ഉദരത്തിൽ ജനിച്ച അന്നു മുതലുള്ള പാപങ്ങൾ എഴുതി കുമ്പസാരിക്കണം. ഇത് ഈശോ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാമോദിസ മുങ്ങിയപ്പോൾ ഈശോ എന്റെ പാപങ്ങളെല്ലാം മറന്നതല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, ഈശോ എല്ലാം മറന്നതാണ്, പക്ഷേ നീയൊന്നും മറന്നിട്ടില്ല. നിനക്ക് ആന്തരിക സൗഖ്യം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാ. ഞാൻ ചോദിച്ചു, അമ്മയുടെ ഉദരത്തിൽ വച്ച് ഞാൻ എന്തു പാപമാണ് ചെയ്തത്? അത് വെറുതെയാ. ഇത് അമ്മ തന്നെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ ഒരു വ്യക്തി പാപം ചെയ്യാൻ തുടങ്ങും. ഈശോ ഇതറിഞ്ഞിരുന്നു. അതുകൊണ്ടല്ലേ 51-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്, ഉത്ഭവം മുതലേ ഞാൻ പാപിയാണ്. ഇതറിഞ്ഞ് അദ്ദേഹം ആ നിമിഷം തൊട്ടുള്ള പാപങ്ങൾ ഏറ്റുപറഞ്ഞാണ് വിലപിക്കുന്നത്. പാപങ്ങൾ ഏറ്റുപറയുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ലല്ലോ, എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. അമ്മ പറഞ്ഞു, നീ അങ്ങനെ ചെയ്യണം. ഇത് ഈശോയുടെ ആഗ്രഹമാണ്. എന്നിട്ടും ഞാൻ മടിച്ചു നിന്നപ്പോൾ ഈശോ മുന്നോട്ട് വന്നു. പരിശുദ്ധ അമ്മ ഓടിച്ചെന്ന് ഈശോയുടെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഈശോയെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മോളെയൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് ഏങ്ങലടിച്ചു കരയാൻ തുടങ്ങി. അപ്പോൾ ഈശോ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, ഞാൻ അവളെ ഒന്നും ചെയ്യുകയില്ല. എന്നിട്ട് ഈശോ എന്റെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു, കുമ്പസാരത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? അപ്പോൾ ഈ 1 വർഷമായിട്ട് കേട്ടുകൊണ്ടിരുന്ന ക്ലാസ് മുഴുവൻ ഞാൻ ഈശോയ്ക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈശോ പറഞ്ഞു, എന്റെ മോള് എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കാൻ വരാറുണ്ടല്ലോ. ചിലപ്പോൾ ഒരാഴ്ചയിൽ തന്നെ 2-3 തവണ വരുന്നത് കാണാം. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ കുമ്പസാരിക്കാൻ വരുമ്പോൾ പാപങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ ഈ പാപത്തിന് ലൈസൻസ് തരാനാണോ ഞാൻ ഈ കുമ്പസാരക്കൂട്ടിൽ വന്നിരിക്കുന്നത്? ഹൃദയം നുറുങ്ങി അനുതാപത്തോടും കണ്ണീരോടും കൂടി ഈശോയെ വേദനിപ്പിച്ചുവെന്ന ബോധ്യത്തോടുകൂടി പാപങ്ങൾ ഓരോന്നും ഏറ്റുപറഞ്ഞതിനു ശേഷം നീ പറയണം, ഇതെല്ലാം ഈശോയെ എന്റെ അറിവോടും എന്റെ ബോധത്തോടും എന്റെ ഇഷ്ടത്തോടും നടന്ന കാര്യങ്ങളാണ്. എനിക്ക് തെറ്റിപ്പോയി. ഞാൻ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഇനിയൊരിക്കലും ഞാൻ പാപം ചെയ്യുകയില്ല. എന്നോട് ക്ഷമിക്കണം. അങ്ങനെ നീ പറയുമ്പോൾ ക്ഷമിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നീ എന്നെങ്കിലും ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? ഇനിയൊരിക്കലും പാപം ചെയ്യുകയില്ല എന്നൊരു വാക്ക് നീ പറയുന്നതെങ്കിലും കേൾക്കാൻ നീ എന്നെ അനുവദിച്ചിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നും കുറെ പാപം പറയും, എന്നിട്ട് ഇറങ്ങിപ്പോകും. പിന്നെയും വന്ന് പറയും, എന്നിട്ടിറങ്ങിപ്പോകും. എന്നാൽ നീ മനുഷ്യരോട് പോലും പറയുന്നത് കേൾക്കാമല്ലോ, ഇനി അങ്ങനെ ചെയ്യുകയില്ല എന്നൊക്കെ. നീ അങ്ങനെ ചെയ്താലും ഒരു പ്രാവശ്യം അങ്ങനെ കേൾക്കാനെങ്കിലും നീ എന്നെ അനുവദിക്ക്. പാപം ചെയ്യുകയില്ലെന്ന് നീ പറയുന്നത് കേൾക്കാൻ ഞാൻ അത്രമാത്രം ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നീ കുമ്പസാരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അതിനായി നിന്നെ അമ്മ സഹായിക്കും. നീ അതുപോലെ ചെയ്യുക. നന്നായി കുമ്പസാരിക്കുക. ഇത് എന്റെ ആഗ്രഹമാ. എന്നിട്ട് ഈശോ പോയി. അമ്മ വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, ഈശോയ്ക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് നീ ഇങ്ങനെ കുമ്പസാരിക്കണം. ഞാൻ പറഞ്ഞു, അമ്മേ, എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ചുള്ള പാപങ്ങളൊന്നും എനിക്കറിയില്ലല്ലോ. അമ്മ എനിക്ക് അതെല്ലാം ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപങ്ങളെക്കുറിച്ച് ബോധ്യമാകും. ഞാനല്ല പാപം പറഞ്ഞു തരുന്നത്, പരിശുദ്ധാത്മാവാണ്. കുമ്പസാരിക്കാൻ പോകുമ്പോൾ നീ ഓർക്കേണ്ട ഏറ്റവും വലിയ കാര്യം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാതെ കുമ്പസാരക്കൂടിന്റെ അടുത്തേക്ക് പോലും പോവരുത്. കാരണം പാപബോധമുണ്ടാവില്ല. വെറുതെ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുമ്പസാരിച്ചിട്ട് ഇങ്ങു പോരും. അത്രയേയുള്ളൂ. അതുകൊണ്ട് അരമണിക്കൂറെങ്കിലും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാതെ കുമ്പസാരക്കൂട്ടിനടുത്തേക്ക് ചെല്ലരുത്. അച്ഛൻ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്നത് കണ്ട് ഓടിച്ചെന്ന് കയറേണ്ട. നീ ഒരുങ്ങിയിട്ട് വന്ന് കുമ്പസാരിച്ചാൽ മതി.
അത് ആദ്യം ഓർക്കുക. പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിനക്കു വേണ്ടി. ഈ ഒരു പ്രാവശ്യം ഈശോ അനുവദിച്ചതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് നിന്റെ പാപങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞു തരും. അപ്പോഴും നീ ഓർത്തുകൊള്ളണം, ഞാനല്ല പാപം പറഞ്ഞു തരുന്നത്, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോടാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞിട്ട് അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതു കഴിഞ്ഞു പറഞ്ഞു, കടലാസും പേനയും എടുക്ക്. എന്റെ കയ്യിൽ കുറെ കടലാസുകൾ ഉണ്ടായിരുന്നു. അത് എന്തിനു മേടിച്ചുകൊണ്ട് പോയതാണെന്ന് അന്നുവരെയും എനിക്ക് മനസ്സിലായില്ല. വെറുതെ ഒരു കെട്ട് പേപ്പർ വാങ്ങിച്ചുകൊണ്ടാ ഞാൻ പോയത്. ഒരു ബുക്ക് പോലെ ഈ പേപ്പറുകൾ എന്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് അധികം പാപമൊന്നുമില്ലെന്നോർത്ത് ഞാൻ ഇരുന്നപ്പോൾ ഒരു പേപ്പർ എടുത്ത് എഴുതാൻ അമ്മ പറഞ്ഞു. പിന്നെ ആ പേപ്പർ നടുവെ മടക്കാനും പറഞ്ഞു. ഏറ്റവും മുകളിൽ കുറച്ച് സ്ഥലം വിട്ടിട്ട് എഴുത്. നീ ജനിച്ച ദിവസം ജൂലൈ 1-ാം തീയതിയാണ് നീ ജനിച്ചത്, അതെഴുത്. ഞാൻ പറഞ്ഞു, എന്റെ സർട്ടിഫിക്കറ്റിൽ കിടക്കുന്നത് നവംബർ 29-ാം തീയതിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, സർട്ടിഫിക്കറ്റിൽ അങ്ങനെയാ കിടക്കുന്നത്. പക്ഷേ നീ ജനിച്ചത് ജൂലൈ 1-ാം തീയതിയാണ്. അതുകൊണ്ടാ നിന്നോട് എഴുതാൻ പറഞ്ഞത്. അതിനു മുൻപ് കുറച്ച് സ്ഥലം വിടാൻ പറഞ്ഞിട്ടില്ലേ? അവിടെ അമ്മയുടെ ഉദരത്തിലായിരുന്ന കാലമാണോ എഴുതാൻ പോകുന്നത്? ഒരു ശിശു അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മയിൽ എന്തെല്ലാം ചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവൻ ആ കുഞ്ഞിന് കിട്ടും. അമ്മയ്ക്ക് ഒരാളോട് വെറുപ്പ് തോന്നിയാൽ കുഞ്ഞിന്റെ ഉള്ളിൽ വെറുപ്പ് കിട്ടും. വെറുപ്പ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്നേഹിക്കുകയില്ല. സ്നേഹമില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇല്ലാത്ത പാപമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നീ തിരിച്ചറിവായതിൽ പിന്നെയല്ല നീ പാപം ചെയ്യാൻ തുടങ്ങിയത്. അമ്മയുടെ ഉദരത്തിൽ നിന്നു തന്നെ പാപം ചെയ്യാൻ തുടങ്ങിയതാ. ഉത്ഭവം മുതലേ പാപിയാണെന്നുള്ള തിരുവചനം നിന്നെ സംബന്ധിച്ച് മാത്രമല്ല എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും ശരിയാണ്. എന്നിട്ട് അന്ന് അമ്മയുടെ മനസ്സിലുണ്ടായ പാപങ്ങൾ, അതുവഴി എന്റെ മനസ്സിലേക്ക് കടന്നുവന്ന പാപങ്ങൾ ഓരോന്നും എഴുതിപ്പിച്ചു. പിന്നീട് അമ്മ പറഞ്ഞു, നീ നിന്റെ അമ്മയുടെ ഉള്ളിൽ ജീവനായി തീർന്ന സമയം നിന്റെ പിതാവ് ഏത് മനോഭാവത്തിലാണോ ഉണ്ടായിരുന്നത്, ഏത് അവസ്ഥയിലായിരുന്നോ ആയിരുന്നത്, ആ അവസ്ഥ 4 തലമുറകൾ വരെയും നിലനിൽക്കും. അതുകൊണ്ട് അപ്പനും അമ്മയും വിശുദ്ധരാണെങ്കിൽ മാത്രമേ വിശുദ്ധരായ കുഞ്ഞുങ്ങൾ ജനിക്കുകയുള്ളൂ. അതുകൊണ്ട് അമ്മയിൽ നിന്ന് കിട്ടിയ പാപമാണെന്ന് നീ വിചാരിക്കേണ്ട. അപ്പന്റെയും അമ്മയുടെയും കയ്യിൽ നിന്നാണ് നീ ജീവനായി തീർന്നത്. ആ നിമിഷം മുതൽ നീ പാപിയാണ്. അതുകൊണ്ട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. പിന്നീട് 1 വയസ്സ്, 2 വയസ്സ്, പിന്നീട് ഭയപ്പെട്ടു പോയ മേഖലകൾ, ഒത്തിരി കരഞ്ഞ സമയങ്ങൾ, ഇതെല്ലാം പറഞ്ഞു പറഞ്ഞ് എഴുതിക്കുകയാ. 9 ഷീറ്റ് നിറഞ്ഞു. 16 വയസ്സുവരെയുള്ള പാപങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, ഇത് മുഴുവൻ ഏത് അച്ഛനാണ് കേൾക്കുക? അമ്മ പറഞ്ഞു, ഇന്ന് ബലിയർപ്പിക്കാൻ 3 വൈദികർ വരും. അതിൽ വലതുവശത്ത് 1ാമത് നിൽക്കുന്ന വൈദികൻ നിന്നെ കുമ്പസാരിപ്പിക്കും. ഞാനാണ് അവനെ നിനക്കു വേണ്ടി തിരഞ്ഞെടുത്തത് എന്നതിന് ഒരടയാളം നൽകാം. നിന്റെ പാപങ്ങളെല്ലാം നീ പറഞ്ഞു കഴിയുമ്പോൾ നിനക്കു മുൻപ് വൈദികൻ കരയുന്നത് നീ കാണും. അതാണ് നിനക്കു വേണ്ടി ഞാനാണ് ആ വൈദികനെ തിരഞ്ഞെടുത്തത് എന്നതിനുള്ള അടയാളമായിരിക്കുമത്. അപ്പോൾ പിന്നെയും എഴുതാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ കുമ്പസാരം കഴിയുന്നതുവരെ ഭക്ഷണം കഴിക്കുകയില്ല. എന്ന് കുമ്പസാരിക്കുന്നുവോ അന്നേ ഞാൻ ഇനി ഭക്ഷണം കഴിക്കുകയുള്ളൂ. അങ്ങനെ ഉപവസിച്ചിരിക്കുകയാണ്. ശരീരം മുഴുവൻ ഭാരം വന്ന് നിറയാൻ തുടങ്ങി. പാപം മുഴുവൻ ഭാരമായി വന്നു നിറയാൻ തുടങ്ങി. ഒരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ഞാൻ എന്നെ വലിച്ചുകൊണ്ടാ നടന്നുകൊണ്ടിരുന്നത്. വെള്ളം മാത്രം കുടിച്ച് ബാക്കി സമയം മുഴുവൻ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. അലക്കാനും കുളിക്കാനും പോലും പോയില്ല. വെള്ളം മാത്രം കുടിക്കും. ബാക്കി സമയം മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുകയാ. അമ്മ പറഞ്ഞു, ഇതാ നീ ചില കാര്യങ്ങളൊക്കെ പുണ്യമായി കരുതിയിട്ടുണ്ട്. അതൊക്കെ പാപത്തിനകത്ത് വരാനുള്ളതാ. ഞാൻ പറഞ്ഞു, അമ്മേ, പണ്ട് 16 വയസ്സുവരെ തിരിച്ചറിവില്ല. ചില പാപങ്ങളൊക്കെ വന്നു പോകും. അതിനുശേഷം ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന ഉപകാരമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 33 വയസ്സ് പ്രായമായി. ഞാൻ എന്തു ചെയ്യും? പാപം എങ്ങനെ കണ്ടുപിടിക്കും? ആകാശപ്പറവകളുടെ ശുശ്രൂഷയിലൊക്കെ ചെന്നപ്പോൾ മുഴുവൻ പുണ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അന്ന് തൊട്ട് അനാഥരും മാനസിക രോഗികളുമായവരെ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ പിന്നെ പുണ്യങ്ങൾ മാത്രമേയുള്ളൂ. എന്റെ കയ്യിൽ ഒരു ലിസ്റ്റുണ്ട്. ഈശോ വരുമ്പോൾ കൊടുത്തിട്ട് കയറിപ്പോകാൻ വച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്റെ പാപങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇടയ്ക്ക് നിന്നൊക്കെ കണ്ടുപിടിക്കണ്ടേ? അമ്മ പറഞ്ഞു, മോളെ, പാപങ്ങൾ കണ്ടുപിടിക്കാൻ ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞു തരാം. നന്ദിയോ സ്നേഹമോ പോലും ആഗ്രഹിക്കാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുണ്യമാണ്, ബാക്കിയെല്ലാം പാപമാണ്.
നന്ദിയും സ്നേഹവും പോലും ആഗ്രഹിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ പാപം കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. കാരണം എൻ്റെ ജീവിതം എഴുതിയാൽ മതി. തെരുവിലെ മക്കളെ ശുശ്രൂഷിക്കുമ്പോൾ, അനാഥരായ മക്കളെ ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ സ്നേഹം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പൈസ കൊടുത്ത് സഹായിക്കുമ്പോൾ അവർ തിരിച്ചു സ്നേഹിക്കണമെന്ന് എനിക്ക് നിർബന്ധമാ. തിരിച്ച് ഞാൻ ആഗ്രഹിച്ച നന്ദി കാണിക്കണമെന്ന് എനിക്ക് നിർബന്ധമാ. ഇനി അവരത് കാണിച്ചില്ലെങ്കിൽ ഞാനത് പറയും. നന്ദി കെട്ട വാക്കുകൾ. എന്തിനാ അവരെയൊക്കെ സഹായിക്കുന്നത്? ഇങ്ങനെയൊക്കെ അവരോട് പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ ആരോടെങ്കിലും പറയും. അവർക്ക് വേണ്ടി ചെയ്തിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. സ്നേഹമില്ലാത്ത വകയാണ്. എന്തു ചെയ്തു കൊടുത്താലും നന്ദിയുമില്ല എന്നൊക്കെ പറയും. ഇനി ആരോടും പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ പറയും. വെറുതെ ഇവർക്കൊക്കെ എന്തിനു ചെയ്തു കൊടുക്കുന്നതാ? വെറുതെ എന്റെ ജീവിതം കളയാമെന്നേയുള്ളൂ. ഇങ്ങനെയൊക്കെ എന്നോട് തന്നെയെങ്കിലും പറയാതെ എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കും ഒരു കാര്യവും ചെയ്തു കൊടുത്തിട്ടില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ജീവിതം മുഴുവൻ എഴുതി വച്ചു. എന്റെ മിടുക്കുകൊണ്ട് ഞാൻ പുണ്യം ചെയ്ത കാര്യങ്ങളൊക്കെ പാപത്തിന്റെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി കൈക്കൂലി വാങ്ങിച്ചതും കൂടി എഴുതിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊരു ജോലി ചെയ്തിട്ടേയില്ല. എനിക്കൊരു സ്ഥലത്തു നിന്നും കൈക്കൂലി കിട്ടിയിട്ടില്ല. ഞാൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, സ്വർഗത്തിൽ ദൈവം പ്രതിഫലം തരുമെന്ന് വാഗ്ദാനമില്ലേ? ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ പോലും അതിന് പ്രതിഫലം നൽകുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, ഞാൻ പറഞ്ഞു. പിന്നെ എന്തിനാ നീ ഭൂമിയിൽ മനുഷ്യരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചതും ആഗ്രഹിച്ചതും? ഒരു കാര്യത്തിന് 2 സ്ഥലത്തു നിന്നും പ്രതിഫലം വാങ്ങിക്കുന്നതാണ് കൈക്കൂലി വാങ്ങിക്കുന്നത്. അപ്പോൾ നീ എന്താ ചെയ്തത്? മറ്റുള്ളവരോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നീ തന്നെ അത് ചെയ്തോ? ഭൗതികമായ കാര്യങ്ങളിൽ പോലും ഇതിന് ഇത്രമാത്രം വിലയുണ്ടെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ അതിന് എത്രമാത്രം വിലയുണ്ടായിരിക്കും. അതുകൊണ്ട് മോളെ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്തുവോ അതൊക്കെ ഒന്നും കൂടി എടുത്തെഴുതുക. അത് കൂടുതൽ പാപമാ. ഇത് അങ്ങോട്ട് ചെയ്താൽ തിരിച്ചിങ്ങോട്ട് എന്ന പ്രതീക്ഷയോടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പാപമാണത്. അത് പ്രത്യേകിച്ചും എടുത്തെഴുതണം. അത് നീ കൈക്കൂലി വാങ്ങിച്ചതാണ്. കാരണം നീ പ്രതീക്ഷിച്ചതുകൊണ്ട് ചെയ്തതാ. അതും ഞാൻ എഴുതി. ഇനി കുമ്പസാരിക്കാൻ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. എല്ലാം എഴുതിക്കഴിഞ്ഞപ്പോൾ 10-20 പേപ്പർ ഉണ്ട്. ഇതെല്ലാം കൂടി ഞാൻ കുത്തിക്കെട്ടിയിട്ട് കുമ്പസാരിക്കാൻ പോയി. അപ്പോഴും ഞാൻ വലിഞ്ഞാണ് നടക്കുന്നത്. അത്രമാത്രം വലിയ ഭാരമാണ് ശരീരത്തിന്. നടന്നു ചെന്ന് കുമ്പസാരിക്കാൻ ഒരുങ്ങിച്ചെന്നപ്പോൾ അച്ഛൻ ഞങ്ങളെ അയക്കുന്നതിനു മുൻപ് പറഞ്ഞു, കുമ്പസാരക്കൂട് ഇല്ലാത്ത സ്ഥലത്ത് സ്ത്രീകളൊന്നും കുമ്പസാരിക്കേണ്ട, അവിടെ പുരുഷന്മാരായിരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ ചെന്നപ്പോൾ കുമ്പസാരിക്കുന്ന ഹാളിൽ അമ്മ പറഞ്ഞ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അച്ഛനെ ഞാൻ തലേ ദിവസം തന്നെ കണ്ടുവച്ചിരുന്നു. അച്ഛനെ കണ്ടപ്പോൾ സന്തോഷമായി. വേഗം തന്നെ ഞാൻ ആ കെട്ടിടത്തിന്റെ അകത്തേക്ക് കയറി. അപ്പോഴാ കണ്ടത് അച്ഛൻ കുമ്പസാരക്കൂടില്ലാത്ത സ്ഥലത്തായിരിക്കുന്നത്. എനിക്ക് സമാധാനമായി. എന്റെ ദൈവമേ, വെറുതെ 2 ദിവസം പട്ടിണി കിടന്ന് ഞാൻ എന്റെ ജീവിതം മുഴുവൻ എഴുതി വച്ചല്ലോ. ഇത് കുമ്പസാരക്കൂടില്ലാത്ത സ്ഥലത്താ അച്ഛൻ ഇരിക്കുന്നത്. അതുകൊണ്ട് അച്ഛന്റെ അടുത്ത് കുമ്പസാരിക്കണ്ട. വേറെ എല്ലായിടത്തും ഇന്ന് കുമ്പസാരം തീരുകയുമില്ല. കാരണം അത്രമാത്രം ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എന്റെ കുറച്ച് പാപങ്ങളും പറഞ്ഞ് വേറെ അച്ഛന്റെ അടുത്ത് ചെന്ന് കുമ്പസാരിക്കാമെന്നും കരുതി ഞാൻ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴേക്കും അവിടുത്തെ ഒരു ശുശ്രൂഷകൻ എന്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു, കുമ്പസാരിക്കാതെ പോവുകയാണോ? ഞാൻ പറഞ്ഞു, അല്ല, കുമ്പസാരിക്കണം. നല്ല കുമ്പസാരം നടത്തണമെന്ന ആഗ്രഹം. ഉടനെ അദ്ദേഹം ഒരു അച്ഛന്റെ നേരെ കൈ ചൂണ്ടി എന്നോട് പറഞ്ഞു, ആ അച്ഛന്റെ അടുത്ത് കുമ്പസാരിച്ചാൽ മതി. അപ്പോൾ ഞാൻ കണ്ടു, അമ്മ പറഞ്ഞ അതേ വൈദികന്റെ നേരെയാണ് ഈ ബ്രദർ കൈ ചൂണ്ടിയത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ആ അച്ഛന്റെ അടുത്ത് കുമ്പസാരിക്കാൻ പറ്റുകയില്ല. കുമ്പസാരക്കൂടില്ല അവിടെ. മാത്രമല്ല കുമ്പസാരം ഇന്നൊന്നും തീരുകയില്ല. പുറത്തുവരെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ബ്രദർ ഒരു പായ് അവിടെ നിന്നും എടുത്തു. എന്നിട്ട് നടന്നുകൊണ്ട് എന്റെ പുറകെ വരാൻ പറഞ്ഞു. ഏറ്റവും പുറകിൽ കൊണ്ടുപോയി ഭിത്തിയോട് ചേർത്ത് ആ പായ് വിരിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു, പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അനുതപിച്ച് കരയുക. അച്ഛന് സമയം കിട്ടുമ്പോൾ ഞാൻ വന്ന് വിളിക്കും. അന്നേരം കുമ്പസാരിച്ചാൽ മതി. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണെന്ന്. ഞാൻ അവിടെ ഇരുന്ന് പാപങ്ങളൊക്കെ ഓർത്ത് കരയാൻ തുടങ്ങി. ഇതൊക്കെ എഴുതി വെച്ചുവെന്നല്ലാതെ കരയാൻ സമയം കിട്ടിയില്ലായിരുന്നു. പെട്ടെന്ന് എഴുതി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഓരോന്നും വായിച്ചിട്ട് ഇരുന്നു കരയാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇത് മുഴുവൻ ഓർത്ത് അനുതപിച്ച് കരയണമെങ്കിൽ 1-2 ദിവസം വേണം. എന്നാൽ പിന്നെ പോകാം. പോയിട്ട് പിന്നെ വന്ന് കുമ്പസാരിക്കാം.
2 ദിവസം കഴിഞ്ഞ് കുമ്പസാരിക്കാമെന്ന് കരുതി ഞാൻ എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റ സമയത്ത് വേറൊരു ബ്രദർ എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, കുമ്പസാരിക്കാതെ പോവുകയാണോ? ഞാൻ പറഞ്ഞു, ഇല്ല. അവിടെ തന്നെ ഞാനിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്രദർ എന്നോട് പറഞ്ഞു, സഹോദരി, കുമ്പസാരിക്കാതെ പോകരുത് കേട്ടോ. 3 പ്രാവശ്യം ഞാൻ എഴുന്നേറ്റപ്പോഴും ഈ ബ്രദർ പറഞ്ഞു, കുമ്പസാരിക്കാതെ പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്നു. എന്തായാലും കുമ്പസാരിച്ചിട്ടേ പോകുന്നുള്ളൂവെന്ന് കരുതി. അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇപ്പോൾ എന്നോട് വന്ന് സംസാരിച്ച ബ്രദറിനെ കണ്ടിട്ട് ഒരച്ഛൻ കുഞ്ഞാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അച്ഛനാകാൻ പഠിക്കുന്ന ഒരു ബ്രദർ എന്ന അർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചത്. അദ്ദേഹത്തിന്റെ സംസാര രീതിയൊക്കെ കണ്ടിട്ട് ഒരു അച്ഛൻ കുഞ്ഞാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ ഉടനെ തന്നെ പരിശുദ്ധ അമ്മ എന്റെ മുൻപിലേക്ക് വീണ്ടും വന്നു. നീ എന്താ ഇപ്പോൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. ആര് പറഞ്ഞു? നിന്റെ ഹൃദയത്തിൽ നീ ഇപ്പോൾ എന്താ പറഞ്ഞത്? സ്വരമുയർത്തിയാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, മറച്ചു വച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, അത് അച്ഛൻ കുഞ്ഞാണെന്ന് തോന്നുമെന്നാണ് പറഞ്ഞത്. അമ്മയ്ക്ക് നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ വരെ മനസ്സിലാക്കാൻ കഴിവുണ്ട്. കാനായിലെ വിവാഹ വിരുന്നിന്റെ സമയത്ത് പരിശുദ്ധ അമ്മ ആ വെള്ളത്തെ വീഞ്ഞാക്കിയിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് സ്നേഹിക്കുന്നതിന്റെ പകുതി പോലും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുമായിരുന്നില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം പച്ചവെള്ളത്തെ വീഞ്ഞാക്കുകയെന്നത് അമ്മയ്ക്ക് നിസ്സാര കാര്യമാ. അമ്മ ആഗ്രഹിച്ചാൽ അമ്മയ്ക്കെന്തു കാര്യമാ ചെയ്യാൻ പറ്റാത്തത്? എന്നിട്ട് അമ്മ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഈശോയോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? അതിന് ഇനിയും സമയമായിട്ടില്ല, അത് ചെയ്യുകയില്ല എന്ന അർത്ഥത്തിലാണ് ഈശോ സംസാരിച്ചത്. പക്ഷേ അമ്മ പറഞ്ഞത്, അവൻ പറയുന്നത് ചെയ്യുവിൻ. അവൻ എന്തെങ്കിലും പറയുമെന്ന് അമ്മ എങ്ങനെയാ അറിഞ്ഞത്? ഈശോയുടെ ഹൃദയത്തിലിരിക്കുന്ന രഹസ്യം പോലും പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാകുമെങ്കിൽ എന്റെ ഹൃദയ രഹസ്യം മനസ്സിലാക്കാൻ അമ്മയ്ക്ക് വല്ല വിഷമവും ഉണ്ടോ? ഞാൻ പറഞ്ഞു, അച്ഛൻ കുഞ്ഞാണെന്നാ തോന്നുന്നുവെന്നാ പറഞ്ഞത്. അപ്പോൾ അമ്മ ചോദിച്ചു, ആര് പറഞ്ഞു അങ്ങനെ പറയാൻ? ആരെങ്കിലും പറഞ്ഞോ അങ്ങനെ പറയാൻ? അച്ഛനെ കുഞ്ഞാക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത്? നിന്റെ പാപത്തിന്റെ കൂടെ ഇതും എഴുത്. കാരണം ഒരു വൈദികന്റെ അമ്മ ഞാനാണ്. എന്നിട്ട് ഞാൻ പോലും അവനെ അങ്ങനെ വിളിക്കുകയില്ല. സെമിനാരിയുടെ പടിയിൽ ആദ്യത്തെ കാലെടുത്ത് വച്ചതു മുതൽ ഒരു വൈദികൻ എന്ന അർത്ഥത്തിൽ തന്നെയാ ഞാൻ അവനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. നീയും അങ്ങനെ തന്നെയാണ് ബഹുമാനിക്കേണ്ടത്. അതുകൊണ്ട് മറ്റു പാപത്തിന്റെ കൂടെ ഇതും കൂടി എഴുത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്ത് പാപമാണെന്നാ ഞാൻ എഴുതേണ്ടത്? കർത്താവിന്റെ അഭിഷിക്തനാകേണ്ടവനെ ലോകപ്രകാരം അപമാനിച്ച് സംസാരിച്ചുവെന്ന് എഴുതുക. ബ്രദേഴ്സിനെ കുറിച്ച് എന്തെല്ലാം നീ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും എഴുത്. അപ്പോൾ അത് മുഴുവനും എഴുതി. വൈദികരെക്കുറിച്ച് പറഞ്ഞത് അടുത്തതായി എഴുത്. വേറെ പേപ്പർ എടുത്ത് വൈദികരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ എന്നെക്കൊണ്ട് എഴുതിച്ചു. മനസ്സിൽ ചിന്തിച്ചത് വരെ എഴുതിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, സിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞത് എഴുത്. അപ്പോൾ സിസ്റ്റേഴ്സിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതും എഴുതി. അപ്പോൾ ഈശോ തന്നെ എന്നോട് അതേക്കുറിച്ച് പറഞ്ഞു. നീ ബാഹ്യമായ സൗന്ദര്യം നോക്കി മനുഷ്യരെ വിധിക്കുന്നു. ഞാനത് കാണുന്നു പോലുമില്ല. മനുഷ്യന്റെ ബാഹ്യ സൗന്ദര്യം കർത്താവ് കാണുന്നു പോലുമില്ല. ഞാൻ ഹൃദയങ്ങൾ പരിശോധിക്കും. ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ് ഞാൻ ഒരു മനുഷ്യൻ സൗന്ദര്യമുള്ള ആളാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ നീ പുറം നോക്കിയാണ് തീരുമാനിക്കുന്നത്. എന്റെ കുഞ്ഞെ, അത് ചീഞ്ഞു പോകുന്നതാ. അതിനെ സൗന്ദര്യമുള്ളതാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിലനിൽക്കും? അതുകൊണ്ട് നീ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചു. ആ ആളെ കാണാൻ കൊള്ളില്ല, അയാളെ കാണാൻ കൊള്ളാം. ഈ പറഞ്ഞതാണ് എന്നെ വേദനിപ്പിച്ചത്. എന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ എല്ലാവരും ഒരുപോലെയാ. അത് പ്രത്യേകം നീ ഓർത്ത് എഴുതുക. ഇനി നീ പറഞ്ഞില്ലേ, കാണാൻ കൊള്ളുകയില്ലാത്ത ഇവരെ എങ്ങനെയാ മഠത്തിൽ സ്വീകരിച്ചതെന്ന് നീ പറഞ്ഞില്ലേ? അത് നീ പ്രത്യേകം എഴുതണം. അതോർക്കുക. നിനക്കറിയാമോ, വനത്തിനുള്ളിൽ ഒരിക്കലും ആരും കാണാതെ വിരിയുന്ന കാട്ടുപൂക്കളുണ്ട്. അതിന് വലിപ്പവും കുറവാണ്. ചെറിയ കാട്ടുപൂക്കൾ. ഒരിക്കലും അതിനെ ശരിക്കും സൂര്യൻ പോലും കണ്ടിട്ടില്ല. അതുപോലെ ഘോര വനങ്ങൾക്കുള്ളിലാണ് അത് വിരിയുന്നത്. എന്നാൽ ആ കാട്ടുപൂക്കൾ കൊണ്ട് പോലും എന്റെ അൾത്താര അലങ്കരിക്കാൻ എനിക്കറിയാം. അത് നീ അറിഞ്ഞാൽ മതി. പൂക്കളെ അതിവിശുദ്ധ സ്ഥലത്ത് എടുത്തു വയ്ക്കാൻ പോലും എനിക്കറിയാം. അതുകൊണ്ടാ പറഞ്ഞത്, നീ ആരെയും വിധിക്കേണ്ട. ദൈവവിളികൾ നീ കാരണം നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും എഴുതുക. എനിക്ക് സെമിനാരിയിൽ ചേരണമെന്ന് ഒരു കുഞ്ഞ് വന്ന് മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ പ്രിയപ്പെട്ടവരോടോ പറയുകയാണെങ്കിൽ ആ നിമിഷം മുതൽ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവമേ, ഇത് നഷ്ടപ്പെടാതെ നിന്റെ സന്നിധിയിൽ ഒരു വിശിഷ്ടമായ ജീവിതമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്.
അല്ലാതെ അവിടെ പോയാൽ കഷ്ടപ്പാടാ, അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞിനെ പിന്തിരിപ്പിക്കുകയല്ല വേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളും എഴുതി കുമ്പസാരിക്കുക. അല്ലാതെ ദൈവത്തിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ സമ്മതിക്കില്ല. അപ്പോൾ അതെഴുതി എല്ലാം കഴിഞ്ഞു പറഞ്ഞു, ഇനി കുമ്പസാരിക്കാൻ പൊയ്ക്കൊള്ളുക. ഈ സമയമായപ്പോഴേക്കും അവിടുത്തെ കുമ്പസാരം കഴിഞ്ഞു. അച്ഛൻ മാത്രമായി. അവിടെ 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അവര് 2 പേരും വന്നു. വേറെ 2 ശുശ്രൂഷകരും ഉണ്ടായിരുന്നു. അവരെന്നെ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, മാതാവ് പറഞ്ഞിട്ടാണ് ഞാൻ കുമ്പസാരിക്കാൻ വന്നത്. ജീവിതം മുഴുവൻ കുമ്പസാരിക്കാൻ വന്നതാ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരി, കുമ്പസാരിക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ കുമ്പസാരിപ്പിച്ചു. 3.5 മണിക്കൂർ സമയം കുമ്പസാരിക്കാനുണ്ടായിരുന്നു. ഈ കടലാസിൽ എഴുതിയത് മുഴുവൻ ഞാൻ കരഞ്ഞുകൊണ്ട് വായിച്ചുകൊണ്ടിരുന്നു. അവസാനത്തെ പാപം പറഞ്ഞിട്ട് ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ വൈദികനിരുന്ന് ഏങ്ങലടിച്ച് കരയുകയാ. അച്ഛന് പാപമോചനം തരാൻ പറ്റുന്നില്ല. അച്ഛൻ ആ കുമ്പസാരക്കൂടിന്റെ സൈഡിലേക്ക് തല വെച്ചിട്ട് പൊട്ടി കരയുകയാണ്. 1/4 മണിക്കൂർ സമയം അച്ഛൻ കരഞ്ഞുകൊണ്ടിരുന്നു. അച്ഛൻ കരയുന്നത് കണ്ടപ്പോൾ ഞാനും കരഞ്ഞു. അങ്ങനെ കരച്ചിൽ അവസാനിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ, ഈശോ എല്ലാം മറന്നു കഴിഞ്ഞു. ഇനി നീ ഒന്നും ഓർക്കാൻ ശ്രമിക്കേണ്ട. അത്യാവശ്യമുള്ളതെല്ലാം ഈശോ ഓർമ്മിപ്പിച്ചു തരും. അതിൽ കൂടുതലൊന്നും നീ ഓർക്കേണ്ട. ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ദൈവം ചിലതെല്ലാം ഓർമ്മിപ്പിച്ചു തരും. അല്ലാതെ നീ ഒന്നും ഓർക്കാൻ ശ്രമിക്കേണ്ട. പിന്നെ അച്ഛൻ ആശീർവദിച്ചു. അച്ഛൻ ആശീർവദിക്കുന്ന സമയം വരെയും ഈ ഭാരവുമായി ഞാൻ വലിച്ചു നടക്കുകയായിരുന്നു. ഈ നിമിഷത്തിൽ തന്നെ പെട്ടെന്നൊരു സ്വരം കേട്ടു. ഞാനെല്ലാം മറന്നുപോയി. ദൂരെ നിന്നും ആരോ പറയുന്നതായിട്ടാണ് ഞാൻ ആദ്യം കേട്ടത്. പിന്നീട് ആ സ്വരം തൊട്ടടുത്തു നിന്ന് കേട്ടു. ഒടുവിൽ എനിക്ക് ചുറ്റും നിന്ന് പറയുന്നത് പോലെ തോന്നി. അപ്പോൾ ഞാനും പറഞ്ഞു, ഞാനെല്ലാം മറന്നുപോയെന്ന്. അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ തന്നെ ബോധം കെട്ടു വീണു. എഴുന്നേറ്റപ്പോൾ അച്ഛനും ആ ശുശ്രൂഷകരുമൊക്കെ അവിടെ നിൽപ്പുണ്ട്. അച്ഛൻ പറഞ്ഞു, ഇനിയൊന്നും ഓർക്കാൻ ശ്രമിക്കേണ്ട. ഈശോ എല്ലാം തന്നെ മറന്നിരിക്കുന്നു. മോള് സന്തോഷമായിട്ട് കുർബാനയ്ക്കായി പോരുക. അവരെല്ലാം പോയി. ഇവര് പോയ ഉടനെ ഞാൻ അവിടെ നിന്ന് കുർബാനയ്ക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഞാൻ തറയിൽ നിന്നും പൊങ്ങിപ്പോയി. ഞാൻ പേടിച്ച് അവിടെ ഭിത്തിയേൽ പിടിച്ചുകൊണ്ടിരുന്നു. എനിക്കെന്താ സംഭവിച്ചതെന്ന് പിന്നെയും എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവമേ, മുഴുവൻ പാപവും പറഞ്ഞതാണല്ലോ, പിന്നെ എനിക്കെന്താ പറ്റിയത്? പിന്നെയും ദൈവം എന്നെ ശിക്ഷിക്കുകയാണല്ലോ, മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. ബലമായി ഭിത്തിയിൽ പിടിച്ചു നിന്നു. പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്നു. അമ്മ പറഞ്ഞു, മോളെ, പാപം ഇല്ലാത്ത അവസ്ഥയിൽ ഒരു ക്രിസ്ത്യാനി ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ പാപവുമായി വലിച്ചു നടക്കുന്ന ഒരു ക്രിസ്ത്യാനിയെയല്ല ഞാൻ വിളിച്ചിരിക്കുന്നത്. അവൻ പാപമൊന്നുമില്ലാതെ വിശുദ്ധിയിൽ നിറഞ്ഞ് അന്തരീക്ഷത്തിൽ ഒരു പക്ഷി പറക്കുന്നത് പോലെ ഈ ഭൂമിയിൽ വിശുദ്ധമായ ഒരു ജീവിതം, മറ്റുള്ളവർക്ക് ഭാരമാകാത്ത ജീവിതം നയിക്കാൻ വേണ്ടിയാണ് അവനെ ഞാൻ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിൽ ഇതാണ് നീ അനുഭവിക്കുന്നത്. ഈ അനുഭവത്തിലേക്കാണ് ഞാൻ മനുഷ്യരെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ അവൻ ഇതൊന്നും അനുഭവിക്കുന്നില്ല. അവൻ ഭാരവും ചുമന്ന് നടക്കുകയാണ്. ഇതറിയാൻ വേണ്ടി ഇത് അനുവദിച്ചെന്നേയുള്ളൂ. എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോയിക്കൊള്ളൂ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി. അന്ന് അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് അഗ്നി കടന്നു വന്നു. എന്റെ ഹൃദയത്തിന് മുകളിലേക്കുള്ള ഭാഗത്തിന് ഒരു ചലനവുമുണ്ടായില്ല. ബാക്കി മുഴുവൻ തീക്കുള്ളിൽ ശുദ്ധി ചെയ്ത് എടുക്കുന്നത് പോലെ തോന്നി. തീ പറക്കുന്നത് പോലെ തോന്നി. ഞാനോർത്തു, ഹൃദയം കൊണ്ട് പാപം ചെയ്യാനൊന്നും പോയില്ലല്ലോ കുമ്പസാരം കഴിഞ്ഞതിൽ പിന്നെ. ഞാൻ എപ്പോഴും ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബുദ്ധി കൊണ്ടും പാപം ചെയ്തില്ല. പിന്നെ കൈകൊണ്ടും ഞാനൊന്നും ചെയ്തില്ല. റൂമിൽ എത്തിയപ്പോൾ പരിശുദ്ധ അമ്മ കട്ടിലിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ആ പാപങ്ങളുടെ ലിസ്റ്റ് എഴുതിയ കടലാസ് ഒന്നും കൂടി എടുക്കുക. അപ്പോൾ ഞാൻ കടലാസ് എടുത്തു. അതിൽ 4ാമത്തെ പേജിൽ അവസാനത്തെ ഖണ്ഡികയിൽ 6 പാപങ്ങൾ പറയാതെ വിട്ടുപോയിട്ടുണ്ട്. അതും കൂടി നാളെ രാവിലെ തന്നെ പോയി കുമ്പസാരിച്ചു കൊള്ളണം. അപ്പോൾ ഞാൻ എടുത്തു നോക്കി. 5-6 ചെറിയ കാര്യങ്ങളാ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതൊക്കെ എത്ര ചെറിയ കാര്യങ്ങളാ. ഇത് ഒരു 100 പ്രാവശ്യം വേണമെങ്കിലും മുൻപ് പറഞ്ഞ പാപത്തിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതേയുള്ളൂ. അതുകൊണ്ട് ഇത് ഇനി എന്തിനാ കുമ്പസാരിക്കുന്നത്? ഇത് ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതല്ലേയുള്ളൂ. നാണക്കേടാ ഇനി ഞാൻ കുമ്പസാരിക്കാൻ പോയാൽ. ആളുകളെല്ലാം അറിഞ്ഞു ഞാൻ കുമ്പസാരിച്ചത്. ഇത് ഞാൻ വീട്ടിൽ ചെന്ന് കുമ്പസാരിച്ചു കൊള്ളാം, ഇത്രയല്ലേ ഉള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. അമ്മ പറഞ്ഞു, എന്റെ മോളെ, പാപങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ക്രൈസ്തവ ജീവിതമില്ല. ഒരു കുഞ്ഞു പാപത്തോട് പോലും യേശു ക്രിസ്തു അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട.
കർത്താവ് അഡ്ജസ്റ്റ് ചെയ്യുകയില്ല ഒരു പാപത്തോടും. അവസാനത്തെ പാപം വരെയും തുടച്ചു നീക്കുന്നവനാണ് ക്രിസ്തു. അതുകൊണ്ട് ഇത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുകയല്ലാതെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയില്ല. അതുകൊണ്ട് പോയി കുമ്പസാരിക്കൂ. ഞാൻ വീണ്ടും ചോദിച്ചു, വീട്ടിൽ ചെന്ന് കുമ്പസാരിച്ചാൽ മതിയോ? പോരാ, ഇവിടുന്ന് കുമ്പസാരിച്ചിട്ട് പോകണമെന്നാ ഈശോ ആഗ്രഹിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആ അച്ഛന്റെ അടുത്ത് തന്നെ പിന്നെയും കുമ്പസാരിക്കാൻ കർത്താവ് അനുഗ്രഹിച്ചു. അന്ന് കുമ്പസാരം കഴിഞ്ഞപ്പോൾ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് വലിയ അഭിഷേകമുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹവും അഭിഷേകവുമെല്ലാം കിട്ടി. സന്തോഷമായി. ഞാൻ മുറിയിലേക്ക് വന്നു. അന്ന് 8 നോയമ്പാണ്. വെളുപ്പിനെ 2 മണിയായപ്പോൾ എണീറ്റ് ഞാൻ കുളിച്ച് 3 മണിയായപ്പോഴേക്കും പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുൻപിലെത്തി. ആരും എഴുന്നേറ്റിട്ടില്ല. 8 നോമ്പിന്റെ അന്ന് വെളുപ്പിന് 3 മണി ആയിട്ടേയുള്ളൂ. പരിശുദ്ധ അമ്മ എന്റെ മുൻപിലേക്ക് വന്നു. എന്നിട്ട് അമ്മ മേഘങ്ങൾക്കുള്ളിലൂടെ ഉയർന്നുപോയി. അപ്പോഴാണ് അമ്മയുടെ മഹത്വവും അമ്മയുടെ ശക്തിയുമൊക്കെ എനിക്ക് മനസ്സിലായത്. പ്രപഞ്ചം മുഴുവൻ അമ്മയുടെ മുൻപിൽ വഴിമാറുകയാണ്. സൂര്യനും നക്ഷത്രങ്ങളുമെല്ലാം വഴിമാറി തെറിച്ചു പോവുകയാണ്. എന്നിട്ട് അമ്മയ്ക്ക് നടക്കാൻ വേണ്ടി തന്നെ ഒരു വീഥിയുണ്ടായി. അന്തരീക്ഷത്തിൽ അതിലൂടെയാണ് അമ്മ പോകുന്നത്. അവയെല്ലാം അമ്മയെ വണങ്ങുന്നത് പോലെ തോന്നി.